വെൽക്കം ഹോളി സ്പിരിറ്റ്, പ്രൈസ് ഗോഡ്, ആവേ മരിയ. പ്രഭാഷണന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യം. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിൻ്റെ കൃപ നമുക്കൊക്കെ വേണം. പക്ഷേ നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും എളിമപ്പെടാനായിട്ട്, താഴ്മപ്പെടാനായിട്ട് പറ്റാറില്ല. ലുക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യത്തിൽ പരിശുദ്ധ അമ്മ, പിതാക്കന്മാരൊക്കെ പറയുന്നത് പരിശുദ്ധ അമ്മ എളിമയുടെ മൂർത്തീഭാവമാണെന്നാണ്. വിശുദ്ധരൊക്കെ പറയുന്നത് അമ്മയിൽ വിളങ്ങി നിന്നിരുന്നത് അഗാധമായ എളിമ ആയിരുന്നു എന്നാണ്. ലുക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യത്തിൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ ഉദ്ഘോഷിക്കുന്നുണ്ട്: അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഇവിടെ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക്, ദൈവപിതാവിൻ്റെ കൃപയ്ക്ക് പാത്രമാവുകയാണ് ചെയ്യുന്നത്. നമുക്കും ജീവിതത്തിൽ എളിമപ്പെടാനായിട്ട് പറ്റുകയാണെങ്കിൽ നമ്മളും കർത്താവിൻ്റെ കൃപയ്ക്ക് പാത്രമാകും. ഇത് പറയുമ്പോഴും ഞാനൊരു അഹങ്കാരിയാട്ടോ. എനിക്കങ്ങനെ എളിമപ്പെടാനായിട്ട് പലപ്പോഴും പറ്റാറില്ല, സാധിക്കാറില്ല. പക്ഷേ എൻ്റെ മമ്മി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്: എൻ്റെ മക്കളെ എളിമയും വിനയവും സ്നേഹവും പഠിപ്പിക്കണേ ഈശോയെന്ന്. അന്ന് അത് കേൾക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം 100 കൂട്ടം കാര്യങ്ങളുള്ള സമയത്താണ് മമ്മി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അത് പറയാനുള്ളൊരു ധൈര്യം അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്തായാലും നന്നായി. പക്ഷേ ഇന്നിപ്പം ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 2 വചനങ്ങളുടെ അഭിഷേകം തരാനായിട്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 4-5 വാക്യത്തിൽ നമ്മൾ ഈശോ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നത് കാണാം. ഈ വചനത്തിൻ്റെ അഭിഷേകം ചോദിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് എപ്പോഴൊക്കെ എളിമപ്പെടാൻ പറ്റുന്നോ അപ്പോഴൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കും. എളിമ എന്ന പരമപുണ്യം തരണം എന്നമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പാട്ട് പാടാറുണ്ട്. ശരിക്കും പരിശുദ്ധ അമ്മയോടാണ് നമ്മൾ എളിമ നമുക്ക് ജീവിതത്തിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടത്. പരിശുദ്ധ അമ്മ അത് നമുക്ക് ജീവിതത്തിൽ തന്നിരിക്കും. വിശുദ്ധരൊക്കെ ഇങ്ങനെ മറ്റുള്ളവരാൽ നിരാകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാ. അവരുടെ അഭിപ്രായത്തെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദർഭങ്ങൾ തേടി നടക്കുന്നവരായിരുന്നു. അപ്പം നമുക്കും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എളിമപ്പെടണം. കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ എളിമപ്പെട്ട് നമ്മുടെ അഭിപ്രായത്തെ മാറ്റിവെച്ച് നമ്മൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയെ നോക്കിയിട്ട് വേണം നമ്മൾ ജീവിതത്തിൽ എളിമപ്പെടാനായിട്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരോട് എതിർത്ത് പറയാനായിട്ട് അല്ലെങ്കിൽ തനക്കരം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആലോചിക്കണം. സഭയുടെ ജനനം ഈശോയുടെ കുരിശിൻ ചുവട്ടിലെ മരണത്തിൻ്റെ സമയത്താണ്. അവൻ തല ചായ്ച്ച് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം. ഇവിടെ ഈശോ തല ചായ്ച്ച തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നത്. ഇവിടെയാണ് സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആദ്യ ആഗമനം. പിന്നീട് നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:14 അവർ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടുമൊപ്പം അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇവിടെയും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രസൻസ് എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ നമുക്ക് പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന എളിമ എന്ന പുണ്യം കാണാൻ പറ്റും. പരിശുദ്ധ അമ്മയുടെ പ്രസൻസ് എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ നമുക്ക് കർത്താവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ അമ്മയും കാണാൻ പറ്റും. ഈശോ എല്ലാവരെ അനുഗ്രഹിക്കട്ടെ. അമ്മയോട് ചോദിച്ചാൽ നമുക്കും ജീവിതത്തിൽ ഇനിയുള്ള ഓരോ സാഹചര്യത്തിലും എളിമപ്പെടാനായിട്ട് പഠിക്കാം. ഈശോ എല്ലാവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.